തിരുവനന്തപുരത്തിൻ്റെ എത്ര മനോഹരമായ ഈ ഒരു കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്ന് അല്ലേ, അതും ഒരു ഭയങ്കര രസമാണ്. കാരണം ഞാൻ കണ്ടൊരു പ്രത്യേകത, ഇപ്പോൾ കഴിഞ്ഞ കലോത്സവങ്ങളൊക്കെ വരുമ്പം ആ കലോത്സവങ്ങൾ ഏറ്റെടുത്ത നഗരങ്ങൾ വീർപ്പുമുട്ടുന്നത് കാണാമായിരുന്നു. ഭയങ്കരമായ ബുദ്ധിമുട്ടുകളും ജനത്തിരക്കും. പക്ഷേ തിരുവനന്തപുരത്തിന് അതൊന്നുമില്ല, വളരെ കൂളായിട്ട് തിരുവനന്തപുരം അതിൻ്റെ റൊട്ടീൻ ദൈനംദിന ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒരു ഭാഗത്ത് കലോത്സവം നടക്കുന്നു, ഒരു ഭാഗത്ത് കേരള ഭരണം നടക്കുന്നു. കാഴ്ച കാണുന്ന ഒരു ഭംഗിയാണ്. റോയൽ സിറ്റി എന്നൊക്കെ പറയുന്നതായിരിക്കും അല്ലേ? അത് വളരെ ആണല്ലേ. റിയൽ ആയിട്ട് കാണാം, ഒന്ന് വരച്ച ഫ്രെയിമിലും കാണാം. അത് നമുക്ക് പോയി കണ്ടാലോ? ഞാൻ മുമ്പ് പറഞ്ഞതില്ല, അവിചാരിതമായി കിട്ടുന്ന ചില സന്ദർഭങ്ങൾ. ജിനി ജോസ്. ജിനി ജോസ്. ഇവിടെ തിരുവനന്തപുരത്താണോ? തിരുവനന്തപുരത്താണ്. വരയാണ്. വരയാണ്. ഇത്രയും സംഗീതമുണ്ട്, പിന്നെ ചിത്രകല അധ്യാപകനാണ്. റിസപ്ഷൻ കമ്മിറ്റി ടാഗ് കലോത്സവത്തിന്റെ റിസപ്ഷൻ കമ്മിറ്റിക്കാരനാണ്. ഇവിടെ വന്ന് വരച്ചിരിക്കുകയാണോ? ഫ്രീ ടൈം. അതെ അതെ. താങ്ക് യു. ഓരോ സമയത്തും ഈ വരയിൽ, ഈ കാഴ്ചയിൽ ഒരു ചിത്രകാരനെ സംബന്ധിച്ച് ഈ വരുന്ന വെയിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണോ? തീർച്ചയായിട്ടും. വെയിൽ കാരണം പ്രേക്ഷകർക്ക് അതെങ്ങനെയാണ് മനസ്സിലാവും? നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ കനകക്കുന്ന് കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ ഒരു കിഴക്കൻ വെളിച്ചം ഇങ്ങനെ നന്നായിട്ട് അടിച്ചു വരുന്നുണ്ട്. അതിന് അഭിമുഖമായിട്ടിരുന്നിട്ടാണ് ചിത്രകാരന്റെ ഈ ഒരു ചിത്രരചന ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിച്ചത്. ഇത് തുടങ്ങിയ സമയത്തുള്ള ഷെയ്ഡ് ആയിരിക്കില്ല ഇപ്പൊ കാണുന്നത്. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ആ ഷെയ്ഡ് മാറും. കാരണം ഉദിച്ചു വരുന്ന സൂര്യന്റെ ഷെയ്ഡ് മാറിക്കൊണ്ടേയിരിക്കുമല്ലോ. അതെങ്ങനെയാണ് ഈ ചിത്രകലയിൽ നിങ്ങൾ കൊണ്ടുവരിക? ഇത് വാട്ടർ കളർ എന്ന് പറഞ്ഞ മീഡിയമാണ്. ഈ വാട്ടർ കളറിനകത്ത് നമ്മൾ ആദ്യം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ആയിരിക്കണമെന്ന് മുന്നമേ കണ്ട ശേഷമായിരിക്കണം ഇത് സ്കെച്ച് ചെയ്യാൻ പോലും തുടങ്ങാവും. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെറിയ സ്റ്റോക്ക് ഇവിടെ ഇട്ടിട്ടുണ്ടാവും ഫസ്റ്റ് സമയത്ത്. അതിനി ലാസ്റ്റ് കഴിയാൻ നേരത്ത് ജസ്റ്റ് സ്റ്റോക്ക് ചെയ്ത് വിട്ടാൽ മതി, ജസ്റ്റ് ഫിനിഷ് ചെയ്ത് വിട്ടാൽ മതിയാവും. അത് ആദ്യ സമയത്ത് കാണുന്ന വെയിലിൻ്റെ മനസ്സിലുണ്ട്. അത് ജസ്റ്റ് ചെറിയ അടയാളങ്ങളായിട്ട് ഞാനവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതായിരിക്കും പൂർണ്ണതയിലെത്തുമ്പോഴത്തേക്കും അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. എവിടെയാണ് പഠിപ്പിക്കുന്നത്? 4ാം തരത്തിൽ സെന്റ് ജോൺസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഹൈസ്കൂൾ അധ്യാപകനാണ്. അപ്പോൾ കുറേ നേരമായി വെയിൽ കൊണ്ടിരുന്ന് വരയ്ക്കാണ്. അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. കാരണം നമ്മൾ വന്നപ്പോഴേ ഞങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെ ഒരാൾ ഇരുന്ന് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സിന്ധുവിനോട് പറഞ്ഞു, ഒന്ന് കണ്ടു നോക്കൂ, ഇതെന്താ സംഗതി. കഴിഞ്ഞ വർഷം ഇവിടെ വരച്ചായിരുന്നു. ആണല്ലേ? കാണിച്ച് മോഡൽ സ്കൂൾ. മോഡൽ സ്കൂൾ കലോത്സവ വേദിയാണ്. അവിടെ ഇരുന്ന് ആ കലോത്സവം നടക്കുന്ന ആ വേദിയാണ്. കഴിഞ്ഞ ദിവസം വരച്ചതാ അല്ലേ? ഇന്നലെ വരച്ചതാണ്. ഓക്കെ. മറ്റു ചിത്രങ്ങള് പെട്ടെന്നൊന്ന് കാണിച്ചു തന്നാല്. അപ്പൊ അതായത് കലോത്സവ വേദികളായി മാറിയിട്ടുള്ള ഇടങ്ങൾ കൂടുതലായി വന്നിട്ടുണ്ട്. ഇത് മ്യൂസിക് കോളേജും കലോത്സവ വേദിയാണ്. അപ്പോൾ നമ്മൾ മോഡൽ സ്കൂൾ കണ്ടു, അതുപോലെ തന്നെ മ്യൂസിക് കോളേജും കണ്ടു. ഇപ്പോൾ കനകക്കുന്ന് ആണ് വരച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? 3 ചിത്രങ്ങളാണ് അല്ലേ? ഓക്കെ. ഇതിനകത്ത് ജിനിഷ് അല്ലാതെ വരച്ച ചിത്രങ്ങളുണ്ടോ? ഉണ്ട്. ഇത് ഞാൻ പുറത്ത് ഔട്ട്ഡോർ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വരച്ച ചിത്രങ്ങളാണ്. ഫ്രണ്ടിന് വരച്ച. ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചാനുഭവങ്ങളാണ് ഓരോ ചിത്രവും നമ്മുടെ മുമ്പിലേക്ക് തരുന്നത്. ഈ സാധാരണ പറയാറുണ്ടേ, ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇത്തരം സർഗാത്മക സൃഷ്ടികൾക്കൊക്കെ ഒരു വല്ലാത്ത പിന്നോട്ടടി സംഭവിക്കുന്നു. പക്ഷേ ജോലി തിരക്കൊക്കെ ഉണ്ടായിട്ടും ഇതിന് സമയം കണ്ടെത്തുന്നു, വരയ്ക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. സാമാന്യമായ ഒരു ക്ഷമ വേണമല്ലോ ഈ ചിത്രകലയ്ക്ക്. എത്ര സമയം എടുക്കും? അതിനൊരു പേഷ്യൻസ് ഒക്കെ ഇങ്ങനെ ചിത്രകല പഠിക്കാനായിട്ട് ആദ്യം വരുന്നത്, എനിക്ക് ശരിക്കും അത്രയധികം ക്ഷമയില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടായിരിക്കും ഞാൻ വാട്ടർ കളർ തിരഞ്ഞെടുത്തത്. വാട്ടർ കളർ ധൃതിയിൽ ചെയ്യണം. നമ്മൾ ഇരിക്കുന്നിടത്ത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തിയറി അനുസരിച്ച് നിന്ന് വരയ്ക്കണമെന്നാണ്, വേഗത്തിൽ വരച്ച് തീർക്കണമെന്നാണ്, ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടേ. അത് ഒരു ഇതാണ്. പിന്നെ ക്ഷമയെന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ വരച്ച് നമ്മൾ തുടങ്ങുന്ന സമയത്തൊക്കെ ജസ്റ്റ് വരയ്ക്കുന്ന സമയത്ത് ഇത്തിരി ക്ഷമ കാണിച്ചേ പറ്റും എന്തായാലും കുറച്ച്. പിന്നെ അത് കാലക്രമേണ വരുമ്പോഴത്തേക്കും പ്രൊഫഷണൽസ് ആയിട്ടുള്ള എല്ലാവരും ക്ഷമ കുറയും. പരിശീലനം കുറച്ച് ഓടക്കുഴൽ വായിക്കും ചെറുതായിട്ട്. കയ്യിലുണ്ടോ ഓടക്കുഴൽ? അതാ ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് വേണ്ടി, കൈരളി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ കലോത്സവത്തിന്റെ സ്പെഷ്യലായിട്ട് ചിത്രകലാധ്യാപകന്റെ വക ഒരു ചെറിയ രീതിയിൽ മതി.
ബേർഡി ഇഗ്നേഷ്യസ് കള്ളിപ്പൂങ്കുയിലെ ബേണി ഇഗ്നേഷ്യസിന്റെ മ്യൂസിക്കാണ്. അതിമനോഹരമായ ഗാനം. പിടികിട്ടിയപ്പോഴാണ് ചോദിക്കുന്നത്. കാവ്യ പറയുക. അതെ, നമുക്കൊക്കെ ഇനി മനസ്സിലായെന്നൊക്കെ എന്റെ ചോദിക്കുന്നത്. സാറേ ഇന്നലെ മറന്നുപോയോ എന്നാ വിനിഷിക്ക് ഓർമ്മയില്ല. ഇന്നലെ നമ്മള് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് വേദി 1 വൈകുന്നേരം നമ്മുടെ പരിപാടി അവസാനിക്കുമ്പോൾ വയനാട്ടിൽ നിന്നുള്ള ഓടക്കുഴൽ വായിച്ച അച്ഛനും അച്ഛന് കാഴ്ചയായി മാറിയ 2 മക്കൾ ഓടക്കുഴൽ, ജയരാജും ആനന്ദരാജും അസാമാന്യമായിരുന്നു. ആദ്യം വായിച്ചത് പൊന്നരിവാളം പണിയിൽ കണ്ണെറിയുന്നോളെ. അവിടുന്ന് ഡയറക്റ്റ് ഒരു ജമ്പായിരുന്നു വസീകരയിലേക്ക്. ഭയങ്കര ചേഞ്ച് ആയിരുന്നു. അച്ഛനും മോനും കൂടി വായിക്കും. അച്ഛൻ മാഷാണ്, അദ്ദേഹം കണ്ണ് കാഴ്ചയില്ല, മകനാണ്. കഴിഞ്ഞ വർഷം വരെ അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ് എ ഗ്രേഡും ഒക്കെ വാങ്ങിച്ച്. ഓടക്കുഴലും നാഗസ്വരവുമാണ് അച്ഛൻ ആ മകനെ പഠിപ്പിച്ചത്. ഞാൻ ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ശക്തിയും അതിന്റെ ഒരു ഹൃദ്യതയും ഓർത്തു പോയതാണ്. എനിവേ, താങ്ക് യു. വളരെ സ്പെഷ്യൽ, ഒട്ടും പ്രതീക്ഷിക്കാത്തത് അല്ലേ ഈ പരിചയപ്പെടൽ. താങ്ക് യു.